പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദിവസം എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ മക്കളും ഒരുമിച്ച് പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ നമ്മുടെ നിയോഗങ്ങൾ മൗനമായി ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യവും അസാധ്യമല്ല എന്ന് ഓരോ ദിവസവും പരിശുദ്ധ അമ്മ നമ്മളോട് സംസാരിക്കുന്ന ഒരു അത്ഭുത അൾത്താരയുടെ അരികിലാണ് നമ്മൾ നിർത്തപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഈ കണ്ണീരിൻ്റെ പ്രത്യേക കാലത്ത് നമുക്ക് നമ്മുടെ മുമ്പിലെ ദൈവത്തിൻ്റെ ആധ്യാത്മികതയുടെ ആഭിമുഖ്യത്തിൽ, ദൈവത്തിൻ്റെ നേതൃത്വത്തിൽ
സുനിശ്ചിതമായ ബലത്തിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ബൈബിൾ പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടിയുടെ മുഴുവൻ ഫീച്ചേഴ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ലൈറ്റ് വെയ്റ്റനിങ്, ടൈം ഷോർട്ടനിങ് ആൻഡ് പ്രസൻസ്. ഇന്നുവരെ നമ്മൾ മനുഷ്യർ ചെയ്ത ഉടമ്പടിയും അവർക്ക് അനുഭവവേദ്യമായ ദൈവാനുഭവത്തെയും കാറ്റഗറിക്കലായിട്ട് 4 തിരിക്കുകയാണ്. ഒന്ന്, ബൈ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം പണ്ട് വളരെ പെർട്ടിക്കുലറായിട്ടുള്ള ആൾക്കാർക്കാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ലഭ്യമായിരുന്നത്. പക്ഷെ ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ സംസർഗം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ജോയേൽ പ്രവാചകൻ കൊടുത്ത വാഗ്ദാനം നമ്മളിലെ സർവ്വജനീനമായി നിറവേറുന്ന കാണാം. എന്താണ്? അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും നൽകും. നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും. അപ്പോൾ യുവാക്കന്മാർക്ക് എന്നാ ഉണ്ടാകണത്? ദർശനങ്ങളാണ്. ദാറ്റ് മീൻസ് യുവാക്കന്മാർ പക്വതയിലേക്ക് വരുമെന്ന്. ദാറ്റ് മീൻസ് ഒരു 18 വയസ്സാകുമ്പോൾ തന്നെ ഒരു 10-40 വയസ്സിൻ്റെ ആധ്യാത്മിക പക്വത വരും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടിയിലൂടെ ഇന്ന് ഒരു 10 പേര് ഉടമ്പടി എടുത്താൽ 60% സക്സസ് റേറ്റാണ്. 10 പേര് ഉടമ്പടി എടുത്താൽ 6 പേര് ദൈവത്തിൻ്റെ തനത് സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഈ സക്സസ് റേറ്റ് ഭയങ്കരമാണ് ഈ ഉടമ്പടിയിൽ വരുന്നത്. അതായത് നോട്ട് ബൈ മെറിറ്റ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. വെച്ചാൽ ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ലൈറ്റ് വെയ്റ്റനിങ് ഉടമ്പടിയുടെ ഒരു വലിയ പ്രതിഭാസമാണ്. ലൈറ്റ് വെയ്റ്റനിങ് എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാനാവാത്ത ഭാരങ്ങളെ ചുമ്മാ ഒരു ഫെദർ ടച്ചിൽ പവർ സ്റ്റിയറിങ്ങിൽ നടക്കും. നമുക്ക് താങ്ങാൻ, നമ്മളിതെങ്ങനെ ചെയ്യും? നമ്മുടെ മുമ്പിൽ ഒരു വഴി കാണുന്നില്ലല്ലോ. ഈ ജപ്തി നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കാണുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഈ H1B വിസ, അത് അമേരിക്കൻ വിസയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത്. അതായത് ഡീന മറിയം, ഒരു ഓർത്തഡോക്സ് സഹോദരിയാണ്. ആദ്യം പറയാവില്ല, ഒരു ചെറുപ്പക്കാരത്തിയാണ്. ഡീന മറിയത്തിൻ്റെ സാക്ഷ്യം, അവർക്ക് ആവശ്യം വന്നത് അവർ അമേരിക്കയിൽ നിന്ന് റിട്ടേൺ ചെയ്ത് പോകാൻ പോകുകയാണ്. ലാസ്റ്റ് അവർക്ക് വേണ്ടത് H1B വിസയാണ്. അതവിടെ പെർമനൻറ്റ് റെസിഡൻസിലെ. അത് പക്ഷേ കിട്ടുന്നത് ലോട്ടറിയിലാണ് വരുന്നത്. ലോട്ടറിക്ക് 7 ലക്ഷം ആപ്ലിക്കേഷൻസാണ്. ലോട്ടറി എന്ന് പറയുന്നത് നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കണ പോലെ. ലോട്ടറി ടിക്കറ്റിൽ ഭാഗ്യക്കുറി എടുക്കത്തില്ല, ഒരു മിഷൻ വെച്ച് കറക്കി എടുക്കത്തില്ല. അതുപോലെ ലോട്ടറിയിലാണ് H1B വിസ കിട്ടുന്നത്. കാര്യം 65,000 സീറ്റേ ഉള്ളത്. അമേരിക്ക 65,000 H1B വിസയെ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. പക്ഷേ ആപ്ലിക്കേഷൻസ് പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞത്, അതിൻ്റെ പ്രൊസീജിയർ തന്നെ എന്തൊരു പാടാണ്. പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞാൽ തന്നെ 7 ലക്ഷം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ മറിയവും ഹസ്ബൻഡും തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ മറിയം ഉടമ്പടി ചെയ്തിട്ട് മാതാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക്, അതായത് ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥന എങ്ങനെ വന്നാണ്? കൃപാസനം കണ്ടുപിടിച്ചാണോ? അല്ലല്ല. ജനങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ദൈവത്തിനോട് ആഭിമുഖ്യം ഉണ്ടായപ്പോൾ, ദൈവത്തോട് അവർ കണ്ണീരിട്ടപ്പോൾ ദൈവം കാണിച്ചു കൊടുത്തതാണ് ഡേറ്റ്. നിനക്ക് അത്ര വിശ്വാസമാണെങ്കിൽ നീ ഒരു ഡേറ്റ് ഇടാൻ പറയും. എല്ലാവരോടും ഡേറ്റ് ഇടാൻ പറയത്തില്ല. കാര്യം ഇടയ്ക്ക് ഇവർ ഡൗട്ട് ചെയ്യും. ആൾക്കാർക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. അയ്യോ ഡേറ്റ് ഞാൻ ഇട്ടെന്ന് പറഞ്ഞ് ദൈവം അത് മാനിക്കുമോ?
നടക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമുക്കൊരു ഡൗട്ട് വരും. ഈ ഡൗട്ട് ഇങ്ങനെ കുറേ ഈ ആഞ്ഞിലിക്ക് വെള്ളം ഉള്ളതുപോലെ തന്നെ ഈ ഉച്ചുകുത്തിപ്പോകും. ആഞ്ഞിലി 1000 വർഷം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഔട്ടർ ലെയറിനാണ് ഈ 1000 വർഷം, അകത്ത് വെള്ളയാണ്. നമ്മുടെ വിശ്വാസത്തിലും ഇതുപോലൊരു പരിച്ഛേദമുണ്ട്. അകത്ത് സംശയത്തിൻ്റെ വെള്ള കുറേ കയറും. വെള്ള കുറഞ്ഞിരുന്ന അത്രയും നല്ലതാണ്. അതുകൊണ്ടാണ് ഇളയ ആഞ്ഞിലി ആരും എടുക്കാത്തതിൻ്റെ കാരണം അതാണ്. മൂത്താഞ്ഞിലിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ ബൈബിൾ പറയും, ഇളയ ആഞ്ഞിലിയാണെങ്കിലും അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ യുവാക്കന്മാർ ദർശനങ്ങൾ കാണും, കാതലുള്ളവരായി വരുമെന്ന്, ആധ്യാത്മിക പക്വത പ്രാപിക്കുമെന്ന് കൈയിടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഇന്നത്തെ മനുഷ്യൻ, അതായത് ഉടമ്പടി മനുഷ്യൻ, ആധ്യാത്മികതയുടെ ഏറ്റവും അവസാനത്തെ പാഠമാണ് ഉടമ്പടി. അപ്പോൾ ഇന്നത്തെ മനുഷ്യൻ ഞാൻ പറയുന്നത് ഉടമ്പടി മനുഷ്യനെയാണ്. ഉടമ്പടി മനുഷ്യനെ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത, ബൈബിൾ ആധ്യാത്മിക മനുഷ്യൻ എന്ന് പറയും, ജഡിക മനുഷ്യൻ എന്ന് പറയും. ആധ്യാത്മിക മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നത് ഉടമ്പടി മനുഷ്യനെയാണ്. ഇന്നത്തെ ഉടമ്പടി മനുഷ്യൻ്റെ ഒരു ഫീച്ചർ, വാട്ട് ഈസ് ദ ഫീച്ചർ ഓഫ് എ കവനന്റ് മാൻ? എന്താണത്? അത് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണ കാണാം സുന്ദരമായ രീതിയിൽ. ഒരു കാലത്ത് മനുഷ്യൻ ചെയ്യാത്ത ഡയലോഗുകൾ ഈ മനുഷ്യർ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു കപ്പാസിറ്റിയിൽ ദൈവത്തോട് സംവേദിക്കും. മറ്റ് പല കാലഘട്ടങ്ങളെക്കാളും ഇന്ന് സംവേദനശേഷി കൂടിയ മനുഷ്യനെയാണ് ഞാൻ ഉടമ്പടിയിൽ നിന്ന് മനസ്സിലാക്കിയത്. എത്ര യുവാക്കന്മാരും യുവതികളുമാണ് ദൈവത്തോട് ഒരു മോസസിൻ്റെ കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മോശ ഒരു സ്നേഹിതനോട് എന്ന പോലെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 33:11. പുറപ്പാട് പറഞ്ഞേ. പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. ഇപ്പൊ കർത്താവ് സംസാരിച്ചതുപോലെ തന്നെ മോസസും അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. മോസസും ഇതുപോലെ തന്നെ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. കാര്യം, ഞങ്ങളെ ഈ മരുഭൂമിയിൽ നീ ഇവിടെ ഇവർ മരിച്ചു വീഴുകയാണെങ്കിൽ നിൻ്റെ ശത്രുക്കൾ ഫറവോ പറയും, അവരുടെ ദൈവം അവരെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു. പക്ഷേ കാനാൻ ദേശത്ത് എത്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് മരുഭൂമിയിൽ വെച്ച് അവർ കൊന്നു കളഞ്ഞെന്ന് പറയും. അങ്ങനെ വരുമ്പോൾ നിനക്ക് ഷെയിമാവും. നിനക്ക് ഷെയിമായാൽ ഞാൻ പിന്നെ നിൻ്റെ പേരിലൂടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്നെ നീ ആദ്യം കൊല്ലണം, അല്ലെങ്കിൽ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മാറ്റണം. അവൻ സ്നേഹിതനോടെന്ന പോലെ ദൈവം മാത്രമല്ല, മോസസും ദൈവത്തോട് സംസാരിച്ചു. ഇങ്ങനെ മോസസിനെ പോലെ ദൈവത്തോട് സംസാരിക്കുന്ന ഉടമ്പടി വാഹകരുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണ്. എല്ലാവരും അവർ ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണ കാണാം. ഇപ്പോൾ ഡീന മറിയം എന്താ പറയണത്? കർത്താവേ, ഞാനൊരു ഡേറ്റ് ഇടും, മാർച്ച് 27 ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം. ഞാനത് വിശ്വസിക്കുന്ന. അപ്പോൾ ഈ മാർച്ച് 27 എന്ന് പറഞ്ഞ ആ ഡേറ്റ് ഇവരിടുകയാണ്. ആ ഡേറ്റ് ദൈവം ഹോണർ ചെയ്യണോ? നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. അതായത് 7.5 ലക്ഷം ആപ്ലിക്കൻറ്റിൽ ഇന്ന് 65,000 ഉള്ളൂ. 65,000 ആണ് ഇതിൽ ലോട്ടിട്ട് വരേണ്ടത്. അതിൽ ഇവരുടെ പേര് ഉൾപ്പെടണ തന്നെയല്ല. ഡീന മറിയം പറയണത് എന്താണ്? അവൾ പറയുന്ന ഡേറ്റിന് കർത്താവ് ഓണർ ചെയ്യാമെന്നാണ് പറയണത്. അതാണ് പ്രശ്നം. ഈ വിസ തന്നാൽ പോരാ, എൻ്റെ ഡേറ്റ് തരണം. കാര്യം ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോരേണ്ടി വരും. അതാണ് പ്രശ്നം. ഞങ്ങളുടെ ജീവിതം ലിവിങ് ഓൺ ദി എഡ്ജിൽ നിൽക്കുകയാണ്. ഈ ഡേറ്റാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് പ്രധാനപ്പെട്ടതാണ്. എന്താ കാര്യം? സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 10:08 സൂചി കാണിച്ചാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അതിൽ നിന്നാണ് ഈ ഡേറ്റ് വരണത്. നമ്മൾ കൃപാസനത്തിൽ ഡേറ്റ് വരാൻ കാരണം വെറുതെ ഒരു സുപ്രഭാതത്തിൽ ആർക്കെങ്കിലും തോന്നിയ ഒരു ബുദ്ധിയല്ല. മറിച്ച് ഡേറ്റ്, സമയം, മണിക്കൂർ, ദിവസം ഒക്കെ ദൈവം അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളെ സമയഘടികാരമായി നെഞ്ചിൽ ചാർത്തിക്കൊണ്ടാണ് ദൈവ അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റ്, സമയം,
നമ്മളുടെ സമയത്തെ ദൈവം ടേക്കപ്പ് ചെയ്യുകയും നമുക്ക് അനുകൂലമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രക്രിയ ഉടമ്പടി ദൈവം ചെയ്തിട്ടുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി പറയുന്നു. ഹല്ലേലൂയ. വാഗ്ദാനം പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദം വരമാതാവേ. വാസത്തിന്റെ അമ്മേ, കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദം വരമാതാവേ. വാഗ്ദാന പേടകമേ, വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദം വരമാതാവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഈ ദൈവാരാധനയിലെല്ലാം എപ്പോഴെങ്കിലും സ്നേഹം നിറയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാമീപ്യമോ സാന്നിധ്യമോ തൊട്ടറിവ് കിട്ടാൻ സമയമായെന്നർത്ഥം. ദൈവാരാധനയിലും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കാൻ പോകുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഉത്തരം തൊട്ടടുത്ത് വന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണത്? നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയണം. വെരി സിമ്പിളാ. നമ്മുടെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നു, നിങ്ങൾക്ക് ദൈവസ്നേഹം നിറയണില്ല, നിങ്ങൾക്ക് എന്ത് വസ്തു വിൽക്കാൻ പറ്റുക എന്നുള്ള ആദ്യം മാത്രമേ ഉള്ളൂ. ഈ സംഭവം ഇപ്പോഴും നടക്കത്തില്ല. ഇതാണ് വിഷയമാണ്. നിങ്ങളിൽ അതായത് നിങ്ങളിങ്ങനെ പ്രവർത്തിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്ന് വെച്ചാൽ വളരെ ഇപ്പോൾ ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരു പള്ളിപ്പുറത്തുകാർ ചേർത്തക്കാരത്തിയാണ്, അവളുടെ പേര് ആൽഫിയ. ആൽഫിയയുടെ സാക്ഷ്യം, ആൽഫിയ വളരെ ഒരു +2 വിദ്യാർത്ഥിയാണ്. ഈ +2 വിദ്യാർത്ഥി അവൾക്ക് UK പോയി പഠിക്കണം. അവളുടെ വീട്ടിലെ പ്രമാണം 8 ലക്ഷം രൂപയ്ക്ക് കടത്തിലാണ്. പിന്നെ എങ്ങനെ ബാങ്കിൽ ലോൺ കിട്ടണം? UK പോയി പഠിക്കണമെങ്കിൽ, ഡിഗ്രിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ 38 ലക്ഷം രൂപ വേണം. ഈ 38 ലക്ഷം രൂപ വേണം. അതേസമയം തന്നെ ബാങ്ക് ഉള്ള പ്രമാണം ബാങ്കിൽ ലോൺ ഇരിക്കുകയാണ്, 8 കൊല്ലമായിട്ട് പരിചയം കയറിയിരിക്കുകയാണ്. പക്ഷെ എന്തെങ്കിലും ഈ കുഞ്ഞ് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, കർത്താവ് എനിക്ക് ഇവിടെ ഈ ഉടമ്പടി വരുമ്പോൾ നമുക്ക് എന്തും ആഗ്രഹിക്കാൻ പറ്റുമെന്ന് തോന്നണേ. കാര്യം കണ്ടില്ലേ, ഇവിടെ ഈ ഹിസ്റ്ററി കണ്ടില്ലേ, അവർക്ക് ഉള്ള പ്രമാണം വീടിൻ്റെ വീടിരിപ്പ് സ്ഥലവും കൂടി ബാങ്കിലാണ്. 8 വർഷമായിട്ട് അവൻ്റെ പരിചയം എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇവളുടെ പ്രശ്നം എന്താണ്? ഇവൾക്ക് +2 കഴിഞ്ഞിട്ട് UK പോയി പഠിക്കണം. കാര്യം ഇവിടെ ജോലി കിട്ടുമെന്ന് അവർക്കൊരു ഉറപ്പില്ല. പക്ഷേ UK പോകണമെങ്കിൽ 38 ലക്ഷം രൂപ വേണം. ഈ 38 ലക്ഷം രൂപ ഇവൾ എന്താ ചെയ്യണത്? ഈ 38 ലക്ഷം രൂപയെ ലൈറ്റ് വെയ്റ്റിംഗ് ആക്കി എടുക്കുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ട്. അത് ഭയങ്കര രസമാണ്. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ട ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന പത്രമൊക്കെ എടുത്തിട്ട് അവൾ സ്വന്തമായിട്ട് വിതരണം ചെയ്യാൻ തുടങ്ങും. പത്രം എടുത്തിട്ട് സ്വന്തമായിട്ട് വിതരണം ചെയ്യും. മറ്റുള്ളവരുടെ പത്രമേ, ചില ആൾക്കാർക്ക് പത്രം ഈ മടിച്ചികളൊക്കെ ഉണ്ടാവില്ല, അവരെവിടെയെങ്കിലും കൊണ്ടുവച്ച് ചാണ്ടി പോരത്തില്ലേ. നിങ്ങൾ പത്രം ചാണ്ടിയാൽ അതോടുകൂടി നിങ്ങളുടെ വിഷയം ദൈവം എടുത്ത് ചാണ്ടിക്കളയും. ഒരു സംശയമില്ല. കാര്യം ദൈവസ്നേഹമില്ലല്ലോ, ദൈവസ്നേഹമില്ലല്ലോ. കാര്യം ദൈവസ്നേഹം അകപ്പാട് ഇതിനകത്തുള്ള ദൈവസ്നേഹ പ്രവർത്തനം പത്രത്തിൻ്റെ പ്രേക്ഷ പ്രവർത്തനമാണ്. കാര്യം ഇപ്പോൾ രോഗികളെ നിങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞാൽ പോലും ആ രോഗിയെ മാത്രമേ നിങ്ങളുടെ ദൈവസ്നേഹം അനുഭവിക്കുന്നുള്ളൂ, നിങ്ങളുടെ സാന്ത്വനം അനുഭവിക്കുന്നുള്ളൂ. പക്ഷേ പത്രം അങ്ങനെയില്ല. പത്രത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരും. അപ്പോൾ 10 പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നത് കൊണ്ടാണ് അത് പ്രേക്ഷിത വേലയായിട്ട് മാറുന്നത്. അപ്പോൾ പ്രേക്ഷിത ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മളറിയാം. നിങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്ന് ചെന്നർത്ഥം കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക.
കാര്യം ഇതിൽ ഉടമ്പടിയിൽ ഏറ്റവും ടോപ്പ് പ്രേക്ഷിത പ്രവർത്തനം അത് പത്രപ്രവർത്തനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് കാണുന്നവർ ഒന്ന് അത് ചെയ്യാൻ ഇത്തിരി പാടാണ്. ഇപ്പോൾ രോഗിനൊക്കെ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ അവരുടെ ഉടുപ്പ് കലക്കി കൊടുക്കുക, നഖം വെട്ടി കൊടുക്കുകയൊക്കെ അവിടെ പോയിരുന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതിനൊരു 25 മാർക്ക് കിട്ടുകയാണെങ്കിൽ പത്രപ്രവർത്തനം ചെയ്യണമെങ്കിൽ 75 മാർക്ക് കിട്ടും. അതാണ് വ്യത്യാസം പറയുന്നത്. ഇതാണ് ചില ആൾക്കാർക്ക് തോറ്റുപോണത് അതാണ്. അവർ രോഗികളെ കാണും, ദാനധർമ്മം ചെയ്യും, വസ്ത്രം കൊടുക്കും, പക്ഷേ പത്രം മാത്രം എവിടെയും കൊണ്ടുവച്ച് കൊടുത്തിട്ടും അവിടെ നിന്ന് ഓടിക്കളയും. ആൾക്കാരെ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് അതൊരു 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങളെ വെറും 2 മാർക്കാക്കി മാറ്റിക്കളയും. കാര്യം ഒന്നാമത്തെ പത്രം ഒരുമിച്ച് വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് തരേണ്ട 18 പത്രമാണെങ്കിൽ 18 പേർക്കാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഓരോരുത്തരുടെ വെച്ച് ആൾക്കാർ എടുത്തുകൊണ്ട് പോയിക്കൊന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ അവിടെ നിന്ന് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുമായിരിക്കും, പക്ഷേ അതല്ല പ്രശ്നം. നിങ്ങളത് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ദൈവസ്നേഹം വേണം. അതാണ് പ്രശ്നം. അത് കൊടുക്കണമെങ്കിൽ ദൈവസ്നേഹം വേണം. കാര്യം നിങ്ങളുടെ ചമ്മൽ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാനം, ഇതിനെല്ലാം വ്യയം ചെയ്യാതെ ദൈവസ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവസ്നേഹം ഈസിയായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ നമ്മുടെ അഭിമാനം അഴിച്ചു വെക്കേണ്ടി വരും. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ധരിക്കുമെന്നുള്ള നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ പേര് അഹങ്കാരമെന്നാണ്. വേറെ ഒന്നുമല്ല. മറ്റുള്ളവരെന്ത് ഓർക്കും? ഞാൻ ഇത്രയും വിദ്യാഭ്യാസം ഇരിക്കില്ലേ, ഞാൻ നല്ല കുടുംബത്തിൽ പിറന്നയാളല്ലേ, അപ്പോൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ഓർക്കും എന്ന് പറയണത് നിന്നെക്കുറിച്ചുള്ള നിൻ്റെ ഓർമ്മയാണ്, മറ്റുള്ളവരുടെ ഓർമ്മയല്ല. അതിന് പച്ച മലയാളത്തിൽ അഹങ്കാരം എന്നാണ് പറയണത്. വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ 10, 18, 20 പത്രമാണെങ്കിലും ഈ 18 പേർക്ക് കൊണ്ടുനടന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് എനിക്ക് ചമ്മൽ തോന്നുന്നുണ്ട് കേട്ടാ. പക്ഷേ കുരിശ് തുണിയില്ലാതെ കിടന്ന് നിന്റെ ചമ്മലിനേക്കാൾ വലുതല്ല എൻ്റെ ചമ്മലെന്ന് തോന്നണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമുക്ക് ഇത്തിരി സാമ്പത്തികം മുടക്കമുള്ളതും ഇത്തിരി കഷ്ടപ്പാട് മുടക്കമുള്ളതും ഈ പത്രപ്രേക്ഷിതത്തിലാണ്. അതിലാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം ആൾക്കാർ വായിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, ഇന്നിവിടെ വന്നിരിക്കുന്ന മനുഷ്യരുടെ 80% ആൾക്കാരും അല്ലെങ്കിൽ ഒരു 50-60% ആൾക്കാരും പത്രം കണ്ടും വായിച്ചും വരുന്നതാണ്. എന്താ കാര്യം? അവരുടെ ഉള്ളിലേക്ക് ദൈവത്തെ കൈമാറുന്ന ഏറ്റവും കാര്യം പത്രം വിടർത്തി ഇടുമ്പോൾ തന്നെ ഒരു 100-120 സാക്ഷ്യം വരികയുടെ ബുദ്ധിയും ബോധമുള്ള ചിന്തിക്കുകയല്ല. ദൈവമേ, എല്ലാ മാസവും ഇത്രയും സാക്ഷ്യമാണ്. ആരും ചിന്തിക്കല്ലേ? ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത സംഭവമാണ്. എല്ലാ മാസവും 100-150 സാക്ഷ്യമാണ് വരണത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കണ്ണീരണിഞ്ഞ മുറിവേറ്റ് തകർന്നു പോയ മനുഷ്യരെല്ലാം ഈ ദൈവത്തിൻ്റെ സമാശ്വാസത്തിലേക്ക് കടന്നു വരും നിങ്ങൾ വഴി. അപ്പം നിങ്ങൾ വഴി വരുമ്പോൾ നിങ്ങളപ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാൻ ഈ പത്രം കൊടുക്കുക മാത്രമല്ല ഈ പത്രം വായിക്കുന്നവർ നിന്നെ തിരക്കി വരണം. അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിക്കണതെന്ന് നീ ദൈവത്തോട് സംസാരിക്കണം. പറഞ്ഞേ, കർത്താവേ, ഞാൻ വഴി പത്രപ്രേക്ഷിതത്വം നടത്തുമ്പോഴേ അത് വായിക്കുന്നവര് അവരുടെ സങ്കടകാലത്ത് നിന്നെ തിരക്കി വരാൻ, നിന്നെ അനുഭവിക്കുവാൻ നീ എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ വഴി ആയിരക്കണക്കിന് മനുഷ്യര് നിന്നെ അറിയുവാൻ എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ. ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ദൈവത്തിന് തോന്നണം നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നണം. ഇപ്പം എങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് 10 കിട്ടിയ പത്രം എവിടെയെങ്കിലും മൂലയ്ക്ക് വെച്ച പള്ളിയിൽ വെച്ചാൽ നീ അവിടുന്ന് മാറിക്കളയുകയാണെങ്കിൽ അത് വെച്ചിട്ട് പോരുകയാണെങ്കിൽ ദൈവത്തിന് തോന്നും നിങ്ങൾക്ക് ദൈവത്തെ പങ്കുവെക്കാൻ വേണ്ടി നിങ്ങൾക്ക് ദുരഭിമാനമാണ് എന്ന് ദൈവത്തിന് തോന്നും. അതോടുകൂടി നിൻ്റെ ഉടമ്പടി എല്ലാം കൊളാപ്സ് ആകും. കാര്യം അത് വെച്ചാണ് അസസ്മെൻ്റ് നടക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനം, ആത്മാക്കളുടെ വീട്ടിലേക്കുള്ള പ്രേക്ഷിത പ്രവർത്തനം വെച്ചാണ് അസസ്മെൻറ്റ് നടക്കുന്നത്.
ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടേക്ക് നോൺ ക്രിസ്ത്യൻസ് ഇത്രയും ഹാർവസ്റ്റ് ചെയ്യണത്? അവർ ധൈര്യമായിട്ട് കർത്താവിൻ്റെ വേല അതിഗംഭീരമായിട്ട് ദൈവസ്നേഹത്തോട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഹണി എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞില്ലേ, ഇപ്പോൾ 97 അവളുടെ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ സാക്ഷ്യം 97,000 പേര് കാണുകയാണ്. അപ്പോൾ ഇന്നത്തത് കൊണ്ട് 1,00,000 പേര് ഹണിയുടെ സാക്ഷ്യം കാണും. എന്തുകൊണ്ട് ഹണിയുടെ സാക്ഷ്യം 1,00,000 പേര് ഒരു 2 ദിവസം കൊണ്ട് തന്നെ 1,00,000 പേര് കാണുന്നത്? അത് ഇടിച്ചു കുത്തിയാണ് ഇത് പറയണത്. അത് ഇവിടെ നിന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇങ്ങനെ ഇവിടെ മുഴുവനും അഭിഷേകം ഇങ്ങനെ നിറയാണ്. ഇവിടെ മുഴുവനും അഭിഷേകം നിറയണം. കാരണം വെച്ചാൽ അവർ പറയണതിൻ്റെ കാര്യം അവരവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കുറേ കാര്യമുണ്ട്. കാര്യം ഞാൻ കർത്താവിൻ്റെ അടുത്ത് വന്നൊരു സാഹചര്യമുണ്ട്. അതെൻ്റെ ഭർത്താവിന് 85% നടുവിൽ ഒടിഞ്ഞിരിക്കുന്ന കാലത്താണ്. മരിച്ചു പോകുന്നതിന് ഒരു അപകടം വന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ 85% നട്ടലിൻ്റെ 80% ഡാമേജായി. അങ്ങനെ ഒരു സമയത്ത് ഞാൻ വരണത്. പിന്നെ കുറേ ഡാമേജുകൾ വരും. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ കർത്താവിൻ്റെ അടുത്ത് വരണത്. പക്ഷേ കർത്താവിൻ്റെ അടുത്ത് വന്ന് അവൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് പെട്ടെന്നാണ് ഈ ഭർത്താവിൻ്റെ ഓപ്പറേഷൻ പോലും ഇല്ലാതെ 4 ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ്. 4 ഓപ്പറേഷൻ, മേജർ ഓപ്പറേഷൻ വേണമെന്ന സംഭവം അവൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. കർത്താവിൽ അവൾ ദൈവസ്നേഹമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, വിശ്വാസമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ കർത്താവ് ഒറ്റ ഓപ്പറേഷൻ ഇല്ലാതെ ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നടത്തി. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ എൻ്റെ പേര് അശ്വതി. എറണാകുളം വൈപ്പിനിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനൊരു അക്രൈസ്തവയാണ്. ഞാൻ 2021 ഡിസംബർ 30 ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഭയങ്കര മോശാവസ്ഥയിലായിരുന്ന സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. കൃപാസനത്തിൽ വരാനായിട്ട് സാധിക്കില്ലായിരുന്നു. കോവിഡിൻ്റെയൊക്കെ സാഹചര്യത്തിലായിരുന്നു. ഇവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. യൂട്യൂബിലെ ഓരോ വീഡിയോ കാണുമ്പോഴും ഞാനിവിടെ വരുവാനും ഉടമ്പടി എടുക്കാനും ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ആ സമയത്ത് വീഡിയോ കണ്ടതിൽ ഇവിടെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയുകയും ഞാൻ ഡിസംബർ 30 വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്ത്. ആദ്യത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഒരു ജോലിക്കാര്യമാണ് ഞാൻ അതിൽ വെച്ചിരുന്നത്. അത്രയും മോശാവസ്ഥയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥ വളരെ മോശാവസ്ഥയിൽ നിന്ന് ഉയരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കോഴിക്കോടാണ് വർക്ക് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിലും സ്വന്തം നാട്ടിൽ തന്നെ എറണാകുളത്ത് തന്നെ ഒരു ജോലി ലഭിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാലാണ്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ വ്യക്തിയായിരുന്നു. ഭക്ഷണമൊക്കെ ക്രമീകരിക്കാനായിട്ടൊന്നും സാധിക്കില്ലായിരുന്നു. അപ്പോൾ നാട്ടിൽ തന്നെ കിട്ടാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അത് നിയോഗത്തിൽ വെച്ചു. ആ നിയോഗത്തിൽ വെച്ചതിന് ശേഷം സ്വന്തം നാട്ടിൽ തന്നെ, അത് വീടിനടുത്ത് തന്നെ ഒരു ജോലി സ്ഥലത്ത് ഷെയർകാരനായിട്ട് ജോലി ലഭിക്കുകയും തുടർന്ന് പോകാൻ സാധിക്കുകയും ചെയ്തു. ആദ്യത്തെ നിയോഗം സാധിച്ചു കിട്ടിയതിന് അമ്മ മാതാവിന് വളരെയധികം ഞാൻ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ ഈശോ തമ്പുരാനും കോടാനുകോടി ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് വെച്ചാൽ എൻ്റെ തലവേദനയായിരുന്നു. തലവേദനയ്ക്ക് കാണാത്ത ഡോക്ടർമാരോ സ്കാനിങ് എല്ലാം ചെയ്തിട്ട് ഒന്നിനൊരു തലവേദനയ്ക്കൊരു ശമനം കിട്ടില്ല. പുറത്തോട്ട് പോയാൽ അപ്പോൾ എനിക്ക് തലവേദന ഛർദിയായിട്ട് വീട്ടിൽ വന്ന് കയറും. ഒരു ജോലി എടുക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു. പുറത്തോട്ട് ഇറങ്ങാനേ സാധിക്കില്ല. 20 വർഷമായിട്ടുള്ള തലവേദനയായിരുന്നു. മരുന്നുകൾ കഴിച്ച് അവസാനം മതിയായ മരുന്നുകൾ ഞാൻ നിർത്തി. ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഞാൻ എൻ്റെ നിയോഗമായിട്ട് ഞാൻ വെച്ച് 20 വർഷമായ തലവേദന എനിക്കിപ്പോൾ 1 വർഷമായിട്ട് വന്നിട്ടേ ഇല്ല. പൂർണ്ണമായിട്ട് അത് മാറിക്കിട്ടി എനിക്കത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ചിരുന്നു. ഉടമ്പടി തൈലമൊക്കെ ഞാൻ നെറ്റിയിൽ പൂശുകയും തേൻ കഴിക്കുകയും ഉപ്പ് ചേർത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എൻ്റെ അമ്മ മാതാവിന് നന്ദി, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മൂന്നാമത്തെ നിയോഗം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പരിചയത്തിലൊരുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ നിയോഗം വെച്ചിരുന്നത്. 2018 LPS റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നത്. 396ാമത്തെ റാങ്കായിരുന്നു ആ കുട്ടിയുടേത്. 2021 ഡിസംബർ 20 395ാമത്തെ റാങ്ക് വരെ നിയമനം നടന്നു. ഈ കുട്ടിയുടെ റാങ്ക് ആയപ്പോൾ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തു, റാങ്ക് ലിസ്റ്റ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. ഈ കുട്ടിയുടെ സങ്കടം കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഡിസംബർ 30 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ പോകുന്നുണ്ട്, ഉടമ്പടി നിയോഗമായിട്ട് ഞാനിത് വയ്ക്കാമെന്ന് പറയുകയും ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്ത് 16ാമത്തെ ദിവസം
ആ കുട്ടിയെ മാത്രം നിയമിച്ചുകൊണ്ടുള്ള ക്യാൻസർ ലിസ്റ്റിൽ നിന്ന് ആ കുട്ടിയെ മാത്രം നിയമിച്ചുകൊണ്ട് അഡ്വൈസ് മെമ്മോ ലഭിക്കുകയും 2022 ഫെബ്രുവരി 28 ആ കുട്ടി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നതിന് നന്ദി അർപ്പിക്കുന്നു. പിന്നെ 2021 ഏപ്രിൽ മാസം എനിക്കൊരു കോവിഡ് വരികയും അതേ തുടർന്ന് എനിക്ക് കാല് നിലത്ത് കുത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കോവിഡ് വന്ന് 8 മാസത്തിന് ശേഷമാണ് ഞാനിവിടെ നിയോഗത്തിൽ എൻ്റെ കാല് വേദനയുടെ ഇത് ഞാൻ വെച്ചിരുന്നത്. കാല് വേദന പൂർണ്ണമായി ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ ഞാൻ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കാല് വേദന മാറുകയും സൗഖ്യപ്പെടുകയും ചെയ്തു. പിന്നെ എൻ്റെ ചേച്ചിയുടെ ഒരു കാര്യമാണ് ഞാൻ യോഗത്തിൽ വെച്ചിരുന്നത്. 5 വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന വീട് പണി പൂർത്തീകരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഓരോ കടങ്ങൾ വാങ്ങിച്ച് വീടുമ പണിയുന്നതല്ലാണ്ട് വീട് പണി പൂർത്തീകരിക്കാനോ ആ വീട്ടിൽ കയറി താമസിക്കാനോ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ച് 6 മാസത്തിന് ശേഷം അവർക്ക് ആ വീട് പണി പൂർത്തീകരിക്കാനും താമസം നടത്തുവാനായിട്ട് സാധിച്ചു. പിന്നെ ഞങ്ങളുടെ കടബാധ്യതകളിൽ പ്രത്യേകിച്ച് വരുമാനത്തിൽ വലിയ വർധനവൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും എങ്ങനെയൊക്കെയോ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കടബാധ്യതകളിൽ നിന്ന് ഞങ്ങൾക്ക് വളരെയധികം ശമനം ലഭിക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ തലതാഴ്ത്തി നിന്നെടുത്ത് തലയുയർത്തി നിൽക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. എൻ്റെ അമ്മ മാതാവിന് ഒരു കോടാനുകോടി ഞാൻ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ ഈശോ തമ്പുരാന്. ഞാൻ ഇവിടുത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഓൺലൈനായിട്ട് ധ്യാനം കൂടുകയും ഓൺലൈനായിട്ട് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഈ സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. എൻ്റെ ഉടമ്പടി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ഉപവാസം എടുക്കുമായിരുന്നു. കാരുണ്യപ്രവൃത്തി എന്ന് വെച്ചാൽ രോഗികളെ ചെന്ന് കാണുകയും എന്നാലാവുന്ന രീതിയിൽ ഭക്ഷണപ്പൊതികൾ ഞാൻ എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.